തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത ഒത്തിരി ദമ്പതികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ധ്യാനങ്ങളിലൊക്കെ ഒത്തിരി പേര് അങ്ങനെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരാറുണ്ട്. ചിലരോടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആദ്യം ദൈവം കുഞ്ഞിനെ കൊടുത്തതാണ് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ അവർ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നു, അബോർഷൻ ചെയ്ത് കളയുന്നു. പക്ഷെ പിന്നീട് അവരെത്ര പരിശ്രമിച്ചിട്ടും മക്കളുണ്ടാകാതെ ഭാരപ്പെടുന്ന ഒരുപാട് പേര് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഇതേപോലെ ഒരു അനുഭവത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കർത്താവ് ദാനമായിട്ടൊരു കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ ചില അസൗകര്യങ്ങളുടെ പേര് പറഞ്ഞ് അതിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞു. എന്നാൽ പിന്നീട് അതിനെ ഓർത്ത് വളരെയേറെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കർത്താവ് പിന്നെ 4 മക്കളെ കൊടുത്തു. ദൈവം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹമാക്കി തീർത്തു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരാളെ തീപിടിച്ചവരിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. ബ്രദർ ക്ലിറ്റ്സൺ ജോസഫ് തെക്കേക്കര, ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇടവക അംഗമാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അബുദാബി കേന്ദ്രമായി തൻ്റെ ബിസിനസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ വളരെ അധികം താല്പര്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. നന്ദി. പ്രൈസ് ദി ലോർഡ്. നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള തുടക്കം നമ്മൾ സാധാരണ ഈ ഇങ്ങനെ ഇൻ്റർവ്യൂസിലൊക്കെ ഒരു തുടക്കത്തിൽ അങ്ങനെയാണ് പലപ്പോഴും. എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു തുടക്കം? എങ്ങനെയാണ് തുടക്കം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 93 മുതൽ നമുക്ക് തുടങ്ങേണ്ടി വരും. 1993 എൻ്റെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം എൻ്റെ ഇളയമ്മയുടെ മകൻ, എൻ്റെ സഹോദരൻ, ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് പഠിച്ച് വളർന്നതൊക്കെ. അപ്പോൾ അവൻ അബുദാബിയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് വടക്കേ ഇന്ത്യയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹം ആ കാലഘട്ടത്തിൽ നവീകരണത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം തുടങ്ങിയ കാലഘട്ടം, ജീസസ് യൂത്തൊക്കെ രൂപപ്പെട്ടു വരുന്നൊരു കാലം. അപ്പോൾ അവൻ വളരെ ആക്റ്റീവായിട്ട് ജീസസ് യൂത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അബുദാബിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ ഗൾഫ് ജീവിതം നമ്മൾ കാണുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് ഗൾഫിലേക്ക് പോകുന്നൊരു കാലമായിരുന്നു അത്. ഞാൻ ചുമ്മാ അവനോട് പറയുമായിരുന്നു, ഡാ എനിക്കും വരണം എന്നൊരു ആഗ്രഹം ഉണ്ടടാ. അവൻ പറയും, ചുമ്മാ ചേട്ടൻ ഒന്ന് ഒരു ധ്യാനം കൂടി പോയിട്ട്. അവൻ എപ്പോഴും ഈ ഗൾഫിൻ്റെ കാര്യം പറയുമ്പോൾ ധ്യാനം ഡിവൈൻ അന്ന് പോട്ടയാണ്, അവിടെ പോയി ധ്യാനം കൂടാൻ പറയും. ഞാനത് തമാശയായിട്ട് എടുക്കും. എന്നാലും എനിക്ക് 95 ഗൾഫിൽ പോകാനൊരു അവസരം, നല്ലൊരു അവസരം കിട്ടി. അത് കിട്ടിയപ്പോൾ ഞാൻ വടക്കേ ഇന്ത്യയിൽ ജോലി ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോകാനായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ എന്തായാലും ഒരു ധ്യാനം കൂടിക്കളയാം. അങ്ങനെ ഒരു ധ്യാനം 95 ധ്യാനാനുഭവം ഉണ്ടായി. പക്ഷേ ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതത്തിലേക്കൊന്നും ഞാൻ വളർന്നിട്ടുണ്ടായില്ല. സ്വാഭാവികമായും സാധാരണ ഒരു ഇത് അങ്ങനെ വീണ്ടും അത് 2000 വരെ അത് മുന്നോട്ട് പോയി. 2000 ഞാൻ അബുദാബിയിൽ വരികയാണ് വീണ്ടും. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മുൻപേ, 93 എൻ്റെ വിവാഹം കഴിഞ്ഞു. ആ സമയങ്ങളിൽ തന്നെ എനിക്ക് ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിരുന്നു. പക്ഷേ അന്നത്തെ അവിവേകം അല്ലെങ്കിൽ ബാലിശമായ ചില വാശികൾ കാരണം ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി. ആ കുഞ്ഞിനെ വേണ്ടാന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ആരോഗ്യവാന്മാരായിരുന്നു രണ്ടുപേരും. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ മുൻപിൽ കണ്ടിരുന്നില്ല. അതങ്ങനെ ചെയ്യുമ്പോൾ ആരും നിങ്ങളെ ഉപദേശിച്ചില്ലേ ഇത് ചെയ്യരുതെന്ന്? ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ആരുടെ ഉപദേശം തേടിയില്ല. അതാണ് അതിൻ്റെ സത്യം. നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കുറ്റബോധമോ അങ്ങനെയൊന്നും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ 95 ധ്യാനം കൂടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് അതിൻ്റെ വലിയൊരു ഒരു ബോധ്യം അപ്പോൾ കിട്ടി. അത് അതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സിസ്റ്റേഴ്സൊക്കെ എന്നെ നല്ല പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് സ്കോളർഷിപ്പിനൊക്കെ ഒരുക്കിയ കാലം വരെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് CLC ICF മൂവ്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റിയത് ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ ആ 95 ധ്യാനത്തിലായിരിക്കാം. പക്ഷേ വീണ്ടും സാധാരണഗതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. നമുക്കറിയാം സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അങ്കിളൊക്കെ അവിടെ ഉണ്ട്. അവിടെ എല്ലാ ഡിനോമിനേഷനും ചേർന്നുള്ള കൂട്ടായ്മയുടെ പ്രാർത്ഥനകളൊക്കെ വല്ലപ്പോഴും പോകുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ ഇളയമ്മയുടെ സഹോദരനുമായിട്ട് UAE പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അറേഞ്ച് ചെയ്തൊരു വിസിറ്റ് വിസ നമ്മുടെ
എൻ്റെ അമ്മാവനും ഒക്കെ കൂടി അങ്ങനെ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലാണ് വൈഫ് വീണ്ടും നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ വരുന്നു. അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ നമ്മുടെ പനക്കിലച്ചൻ്റെ ഒരു സന്ദർശനത്തിൻ്റെ ഫലമായിട്ട് UAE മുഴുവനും 5-6 കുടുംബങ്ങളൊക്കെ ചേർന്ന് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു 99 കാലഘട്ടം മുതൽ. അപ്പോൾ ആ കൂട്ടായ്മകളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വൈഫ് പ്രാർത്ഥിക്കുന്നു, നന്നായിട്ട് കൊണ്ടുപോകുന്നു, എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ഞാനിപ്പോൾ ഇടയ്ക്ക് വൈഫ് സിജി പറയാറുണ്ട്, പുള്ളിക്കാരത്തി എന്നെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് കാത്തു നിൽക്കുമ്പോൾ അവിടുത്തെ നല്ല പ്രാർത്ഥിക്കുന്ന ചേട്ടന്മാരൊക്കെ വഴി ചോദിക്കും, എന്താ അവിടെ നിൽക്കുന്ന പള്ളിയിൽ? ഇല്ല, ഭർത്താവിന് ബിസിനസ്സാണ്, തിരക്കാണ്, അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരും. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അന്ന് എനിക്കൊക്കെ ഒരു ചമ്മൽ പോലെയായിരുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ ജനം ഈ കുട്ടികളുണ്ടാകാൻ വേണ്ടി വരുന്നവരായിരിക്കും, പ്രാർത്ഥിക്കാൻ വരുന്നവരായിരിക്കും, അങ്ങനെയുള്ള ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ തുടർന്നുള്ള നാളുകളിൽ ആ സങ്കീർത്തനം 32 ആ ഒരു വചനം നമ്മുടെ മനസ്സിൽ കുടുങ്ങിയെന്ന് തോന്നുന്നു. പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തകൻ്റെ വിലാപമാണത്. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മ, അതായത് അന്ന് കാലത്ത് നമ്മൾ ബേസിക് സർവീസ് ടീം എന്നൊക്കെ പറയുന്ന BST എന്ന് പറയുന്നൊരു നമ്മുടെ അടിസ്ഥാന കൂട്ടായ്മകളുണ്ട്. അപ്പോൾ അതിനകത്ത് 10-40 പേരൊക്കെ ഉള്ള ആ കൂട്ടായ്മയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ കാര്യം അവരുമായിട്ട് തുറന്ന് പങ്കുവച്ചു. അതൊരു ഏപ്രിൽ മാസമാണ്, ഞാനിപ്പോൾ ഓർക്കുന്നത് 2002 ഏപ്രിൽ മാസമാണ്. അപ്പോൾ അത് പങ്കുവച്ച് എൻ്റെ വൈഫാണെങ്കിലും ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചെയ്ത ഈ കാര്യം എൻ്റെ മാതാപിതാക്കൾക്ക് എഴുതി അറിയിച്ചു. ഞങ്ങൾ 95 ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എഴുതി അറിയിച്ചു. അപ്പം ഞാൻ ഈ കൂട്ടായ്മയിൽ അത് പറയുകയും ചെയ്തു. എന്തു തന്നെ ആയാലും അതിൻ്റെ 2-3 വർഷം മുമ്പ്, അതായത് 99 ഒരു 3-4 മാസം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആ സമയത്ത് നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും ഫലമുണ്ടായില്ല, ആർക്കും ഒന്നും ഒരു കാരണമുണ്ടായിരുന്നില്ല. അത് ആ ഏപ്രിൽ മാസം 2022 ഞാനിത് ഏറ്റുപറഞ്ഞതിന് ശേഷം മെയ് മാസത്തിൽ തന്നെയുള്ള ഒരു ടെസ്റ്റിൽ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയിക്കുകയുണ്ടായി. അതിന് ശേഷം വീണ്ടും അടുത്ത ടെസ്റ്റ് ചെക്കപ്പിന് പോകുമ്പോൾ ഈ കുഞ്ഞ് പ്ലാസൻ്റ വളരുന്നത് കൊണ്ട് ഇത് അബോർഷൻ നടത്തണം, നിർബന്ധമായിട്ട് അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർ നിർബന്ധിച്ചു. അന്ന് രാത്രി ഒരു പക്ഷേ നമ്മളൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞത് ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുകയും തലേ ദിവസം ഇതിന് സമ്മതം ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് ആ രാത്രി മുഴുവനിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവകൃപ തന്നു. ഞാനെപ്പോഴും പിന്നീട് പറയാറുണ്ട്, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കാര്യമായതുകൊണ്ട് എന്തുകൊണ്ട് തീരുമാനമെടുത്തു? അന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകി നീ അനുഗ്രഹിക്കണം. ഈ ഒത്തിരി വേദനകളൊക്കെ എല്ലാ മാസവും അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് എടുത്തു മാറ്റി അവൾക്കൊരു കുഞ്ഞിനെ നൽകണം. ഇത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. കാരണം സ്നേഹിക്കുന്ന ദൈവമാണല്ലോ ദൈവം, നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ലല്ലോ, അവൻ വന്നത് രക്ഷിക്കാനല്ലേ. അപ്പം പിറ്റേ ദിവസം ഹെഡ് ഡോക്ടർ പറയാണ്, ആരാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല, ഈ കുഞ്ഞ് വളരട്ടെ എന്ന് മറിച്ചൊരു തീരുമാനം അവരെടുക്കുകയാണ്. വീണ്ടും 6-ാം മാസത്തിൽ വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അന്നും അവർ പറഞ്ഞു ഇത് അബോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പ്രാർത്ഥന കൂട്ടായ്മയിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ വൈഫ് ടീച്ചറാണ്. അപ്പോൾ അവിടുന്ന് അന്ന് തന്നെ അവധിയെടുത്ത് നാട്ടിലേക്ക് വന്നു. ഇവിടെ ഡോക്ടർ പൈലി എന്ന് പറയുന്ന ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരെ ശുശ്രൂഷിച്ചു. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 1 കിലോ തൂക്കമുള്ള ഒരു ആൺകുഞ്ഞിനെ അവൾ പ്രസവിച്ചു. അത് ഡിസംബർ 1-ാം തീയതി. ആ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ആ വർഷമാണ് മാർപ്പാപ്പയുടെ 4ാമത്തെ രഹസ്യം സഭയ്ക്ക് സമ്മാനിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഒരു 7 പേര് സ്ഥിരമായിട്ട് ആ ഒക്ടോബർ മാസത്തിൽ ഈ 4 രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിരുന്നു. വളരെ ആഗ്രഹത്തോടെ ഞങ്ങളത് മുടങ്ങാതെ ചെല്ലാൻ പറ്റിയിരുന്നു. ചില ദിവസങ്ങളിൽ രാത്രി വീട്ടിൽ വരുമ്പോൾ 12 മണി കഴിയും. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അതിൽ നിന്ന് മാറാൻ നോക്കുമ്പോഴും ഇല്ല, നീ ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് നിൻ്റെ ദിവസം കഴിഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ അത് ചൊല്ലി തീർക്കാറുണ്ട്. ഈ ജപമാല കഴിഞ്ഞതോടുകൂടി എനിക്ക് ഞാൻ ഉപയോഗിച്ചിരുന്ന ജപമാലയിൽ ഒത്തിരി നല്ല ഒരു പരിമളം ഉണ്ടായി. ആ പരിമളം നിലനിൽക്കുന്നതായിരുന്നു. നവംബർ മാസം മുഴുവനും എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലുള്ള ബന്ധുക്കൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അത് നിൻ്റെ ജപമാലയുടെ പ്രത്യേകതയായിരിക്കും ചിലപ്പോൾ. പക്ഷേ മകനെ ഭാര്യ പ്രസവിക്കുന്ന 1-ാം തീയതിയാണ്.
അവളുടെ ഡെലിവറിക്ക് ശേഷം, മകൻ ജനിച്ചതിന് ശേഷം അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഉണർന്നപ്പോൾ 2-ാം തീയതി അതിൽ ആ പരിമളം ഇല്ലാതായി. വീണ്ടും ഞാൻ എൻ്റെ അളിയന് ഞാനിത് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ സ്മെല്ലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതുവരെ നീ പറഞ്ഞത് ഇതൊരു മാതാവിൻ്റെ ഒരു വലിയ സ്നേഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു അദ്ദേഹം പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പം അതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ തുടക്കം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് എത്ര മക്കളോടുണ്ടായി? പിന്നീട് ഒരു കുഞ്ഞു കൂടി ഉണ്ടായി. അതൊരു സ്റ്റിൽ ബർത്ത് ആയിരുന്നു. അത് ജനിച്ച അന്ന് തന്നെ മരണത്തോടു കൂടി ആ കുഞ്ഞ് ജനിച്ചത്. അതും 7-ാം മാസത്തിലായിരുന്നു. അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ ആൻ്റണി പുത്തമ്പുരയ്ക്കൽ അച്ഛനെ കൊണ്ട് മരിച്ച കുഞ്ഞിന് അദ്ദേഹം തന്നെ മാമോദിസ കൊടുത്ത് ആ സമയം അവന് ബെഞ്ചമിൻ എന്ന് പേരിട്ടു. ആ കുഞ്ഞ് അങ്ങനെ ദൈവത്തിന് അവിടെ തന്നെ അബുദാബി തന്നെ ഞങ്ങൾ അടക്കം ചെയ്തു ആ കുഞ്ഞിന്. അതിനുശേഷം വീണ്ടും ഒരു മകളുണ്ടായി. അവൾക്ക് 1.5 കിലോ തൂക്കം ഉണ്ടായിരുന്നു. അവളിപ്പം +2 പഠിക്കുകയാണ്. അങ്ങനെ മൊത്തം 4 കുഞ്ഞുങ്ങളെ ദൈവം തന്നെങ്കിലും 2 പേര് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടൊക്കെ തന്നെ ആയിരിക്കും? നല്ല ആരോഗ്യത്തോടെ കൂടി തന്നെയാണ്. അപ്പോൾ ഈ പിന്നീട് എങ്ങനെ ഈ ബിസിനസ്സിനോടൊപ്പം സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ഒരു താല്പര്യം തോന്നാൻ കാരണം എന്താ? അത് രണ്ട് വൈദികരുടെ ഒരു വാർഷിക ധ്യാനം അതിനെ എന്നെ വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒന്ന് അബ്രഹാം കടിയക്കുഴി അച്ഛൻ, പിന്നെ സേവ്യർ ഖാൻ പട്ടേൽ അച്ഛൻ. ഇവരവിടെ വരുമ്പോൾ അവരുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും വലിയ ബോധ്യങ്ങൾ, അത് ഒരു ബോധ്യം എന്ന് പറയുന്നത് ദശാംശം, നമ്മൾ ഇപ്പോഴും അത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെങ്കിലും ദശാംശം എല്ലാവരും കൊടുക്കണമെന്നുള്ള ഒരു ബോധ്യം അബ്രഹാം കടിയക്കുഴി അച്ഛനോട് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ വളരെയധികം സന്തോഷിച്ചു. കാരണം ഞാൻ ചെറിയ നഷ്ടങ്ങളിലൂടെ ബിസിനസ് പോകുന്നൊരു കാലമായിരുന്നത്. അപ്പോൾ വീണ്ടും ഒരു ബോധ്യം, ഉള്ളിലൊരു വിളി വന്നു, ഒരു ചിന്ത വന്നു. നമുക്കങ്ങനെ പറയാം. അതായത് നഷ്ടം എന്തുമാത്രമാണോ അതിൻ്റെ ദശാംശം നീ കൊടുക്കുക. അങ്ങനെ ഒരു വലിയ ബോധ്യം എനിക്കുണ്ടായി. അന്ന് തന്നെ ഞാൻ അത് തുടങ്ങി. പക്ഷേ അത് കർത്താവ് ദശാംശത്തിലേക്ക് അപ്പുറത്തായിട്ട് അതിനെ ആ ശുശ്രൂഷയെ ഒത്തിരി വളർത്തി. അതിനുശേഷം വചനം പങ്കുവയ്ക്കാൻ തുടങ്ങുന്നത്, ഞങ്ങൾക്ക് വചനം എല്ലാ കൂട്ടായ്മകളിലും അന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏകസ്ഥരായിട്ട് ഒത്തിരി ക്യാമ്പുകളൊക്കെ ഉള്ള കാലമായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ കരിസ്മയുടെ ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ വചനം പറയുന്ന 3-4 പേരൊക്കെ ഉണ്ടാകും. അപ്പം ആ കാലഘട്ടത്തിൽ വചനം പറയാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വളർത്തുകയും അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ അന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോളജറ്റിക്സും ആ കാലയളവിൽ തന്നെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളും അതുപോലെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, അതിൻ്റെയൊക്കെ എല്ലാ വാരാന്ത്യങ്ങളിലും പഠനങ്ങളൊക്കെ തുടങ്ങുകയും ട്രാൻസ്പോർട്ട് മിനിസ്ട്രി, വചനം പറയാൻ വാഹനം വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യകാലത്ത് തന്നെ എനിക്ക് ലൈസൻസ് കിട്ടുകയുണ്ടായി. അപ്പം ഇവരെ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ആയിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എല്ലാ സമയവും ചിലപ്പോൾ ഒരു പക്ഷേ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി നമ്മൾ പോകുമ്പോൾ വചനം പറയുന്ന ഒരാളിന് ചിലപ്പോൾ അസൗകര്യം വരുമ്പോൾ അന്നൊരു ദിവസം ബ്രദർ ഒന്ന് തന്നെ വചനം പറയുക. അപ്പോൾ ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയും പ്രീച്ചിങ് മിനിസ്ട്രിയും രണ്ടും കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വചനം ശുശ്രൂഷ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ധൂർത്തുപുത്രൻ്റെ ഉപമ. അപ്പം ആ ധൂർത്തുപുത്രൻ്റെ ഉപമയാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ വചനം പറഞ്ഞു തുടങ്ങിയ വചനം ആസ്പദമാക്കിയിട്ടാണ് വചന ശുശ്രൂഷ തുടങ്ങുന്നത്. അതെനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് ഉചിതമായൊരു വചന ഭാഗമായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഈ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലോട്ട് ശുശ്രൂഷയ്ക്കായിട്ട് പോയത് എങ്ങനെയാണ്? അത് നമ്മൾ ഒത്തിരി മുമ്പ് എന്നെ കാശ്മീരിലേക്കൊക്കെ സ്പിരിറ്റ് റിവൈവൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ SRM ഗ്രൂപ്പ് മിനിസ്ട്രി, അവിടെയൊക്കെ വചനം പങ്കുവയ്ക്കാൻ പോകുമ്പോൾ അവർ പറയാറുണ്ട്, ബ്രദറെ അവിടെ നമുക്ക് പോവാം. അപ്പം അങ്ങനെ അവർ സംസാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ നല്ലൊരു സുഹൃത്ത് ഇവിടെ നാട്ടിൽ ബിജി ജോസഫ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇവിടെയുള്ള ഗ്രാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആദിവാസി മേഖലകളിലൊക്കെ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൂടാതെ തന്നെ ആദിലാബാദ് രൂപതയുടെ പ്രിൻസ് പിതാവിൻ്റെ പ്രവർത്തന മേഖലയിലും ശംഷാബാദ് രൂപതയുടെ തട്ടിൽ പിതാവിൻ്റെ പ്രവർത്തന മേഖലയിലൊക്കെ നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പോയിട്ട് ഗ്രാമങ്ങളിൽ ആദ്യമായിട്ട് പോകാൻ പറ്റിയത്. ശരി. ഈ നമ്മുടെ ശരിക്കും ഗൾഫ് മേഖലകളിൽ വചനം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ
വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിൽ പറയുമ്പോൾ എന്താണൊരു വ്യത്യസ്തത അനുഭവപ്പെട്ടത്? അവിടെ വചനത്തിൻ്റെ ആഴങ്ങളിലുള്ള ഒരു അവബോധം അവർക്കില്ലെങ്കിലും അവരിൽ വലിയൊരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അവരുടെ കണ്ണുകളിൽ കാണാൻ പറ്റി. അതാണ് ഒന്ന്. രണ്ട്, അവർക്ക് ഈശോ വന്നത് നമ്മളെ രക്ഷിക്കാനാണെന്നുള്ള ബോധ്യം എനിക്ക് തോന്നുന്നു നമുക്ക് മുമ്പുണ്ടായിരുന്ന അവിടെയുള്ള വൈദികരും അവിടെയുള്ള അൽമായ പ്രേക്ഷിതരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആകെ അറിയാവുന്നത് എന്ന് പറയുന്നത് ഹേ അമാരേ പിത, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇതാണ് അവർക്ക് കാണാപാഠമായിട്ട് അറിയുന്ന രണ്ട് പ്രാർത്ഥനകൾ. ഒരുപക്ഷെ ആ രണ്ട് പ്രാർത്ഥനകളിലാണ് അവരുടെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നത്. അവർക്ക് ബൈബിള് വായിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലേ? എല്ലാവർക്കും ഇല്ല. എങ്കിലും ഒറീസ ഭാഷയിൽ നമ്മുടെ മലയാളം അതേ ഭാഷ തന്നെ പോലെ തന്നെ ഒറീസ ഭാഷയിൽ നമ്മുടെ POC ബൈബിളിൽ ഉണ്ട്, ഹിന്ദിയിലും ബൈബിളുണ്ട്. പക്ഷേ എല്ലാവരും തന്നെ വചനം വായിക്കുകയോ അതിനുള്ള എഴുത്തും വായന അറിയുന്നവരല്ല അവർ. അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത് അതിനെ വളരെ നമ്മൾ കാറ്റക്കിസ്റ്റ് പോലെ ഉള്ളവർ അതിന് ആ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ചെറിയ വാഹനങ്ങളിൽ അവിടെ ചെന്ന് വളരെ ഒത്തിരി അവർക്ക് പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിനിടയിലും അവർക്ക് നമ്മുടെ കുർബാന ക്രമങ്ങളെക്കുറിച്ചും ആ ബോധ്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഭക്തിയോടെയാണ് അവരിപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ 4 പേരെ അവരെ മാസങ്ങളോടെ തന്നെ അവരെ ഒരുക്കണം മാമോദിസയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ട് അപ്പോൾ കാറ്റക്യുമനായിട്ട് അവരെ സ്വീകരിച്ച് അപ്പം അവിടുത്തെ വൈദികനായിട്ട് സംസാരിക്കുമ്പോൾ മാത്യു അച്ഛനും അതുപോലെ തന്നെ വർഗീസ് അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവരെ എല്ലാ ജപങ്ങളും കാണാപാഠം പഠിപ്പിക്കുക എന്ന് പറയുന്നത് മനസ്താപ്രകടനം, കുംസാദിൻ്റെ ജപം, ഒത്തിരി ഒരു കുട്ടി തന്നെ മാത്രമാണ് അതിനകത്ത് അല്പം പഠിച്ചിട്ടുള്ളത്. എല്ലാവരും 30 വയസ്സ് 40 വയസ്സ് ആ പ്രായത്തിലുള്ളവരൊക്കെ തന്നെയാണ്. എന്നാലും അവരുടെ ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇല്ലാത്ത വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥനയിലേക്ക് അവർ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പലരും അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം തരത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മരിച്ച ആളെ ഞങ്ങൾ അടക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതേസമയം ഇതിനോട് അനുഭാവം കാണിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വിജാതീയരായ മനുഷ്യരും അവിടെ കാണാൻ പറ്റും. ഈ അങ്ങയുടെ ഈ ബിസിനസ്സിന് ഒത്തിരി ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഇതുപോലെയുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും കൂടെ സമയം മാറ്റി വെക്കുമ്പോൾ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഭാര്യയുടെ? അത് വളരെ രസകരമായ ചോദ്യമാണ്. അതിലേറെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുടുംബമായി ജീവിക്കുമ്പോൾ അൽമായ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വലിയ ചലഞ്ചസ് ഉണ്ട്. അപ്പം ആദ്യം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. ഒന്ന്, ഞായറാഴ്ചകളിൽ ഒരു കാരണവശാലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യുകയില്ലെന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചു. അത് തുടരാൻ ദൈവം കൃപ തന്നു. അതൊന്ന്. രണ്ട്, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞായറാഴ്ചകൾ മുഴുവനും UAE മുഴുവനും ഓടി നടക്കലും ഒക്കെ ആയപ്പോൾ എന്നെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിച്ച ഭാര്യയ്ക്ക് അസ്വസ്ഥതയ്ക്ക് നല്ല കാരണമായി. കാരണം 2 കുഞ്ഞു പിള്ളേരും, അയാൾ ടീച്ചറായിരുന്നു. അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കും. കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വളർന്നത് നമ്മുടെ അമ്മമാർ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തരും. അപ്പം ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഈ പുതിയ കാലഘട്ടത്തിനോട് ഒത്തിരി സമന്വയപ്പെടേണ്ടി വന്നു. കാരണം അത് നമ്മൾ ഭാര്യയെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം. അപ്പം ഞാനാണെങ്കിൽ അവർ പറയും, നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു ദിവ്യശക്തി ആ കാര്യത്തിൽ നമുക്ക് കുറവാണ്. അപ്പോൾ പിന്നീട് അതൊക്കെ നമ്മൾ ശീലിച്ചു. അപ്പോൾ അവരെ സഹായിക്കാനും കൂടെ കിച്ചണിലാണെങ്കിലും മറ്റ് കുട്ടികളെ കാര്യങ്ങൾ നോക്കുന്നതിൽ അല്പമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും. പിന്നീട് വന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സ്വന്തമായി സമയമില്ലാതായി. കാരണം ഞായറാഴ്ചകളിലുള്ള തിരക്ക്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നല്ല ഒരു സുഹൃത്ത് ഡാനി കപ്പൂച്ചിനച്ചൻ, അദ്ദേഹം ഒരിക്കലും ധ്യാനത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ അബുദാബിയുടെ പ്രാർത്ഥന കൂട്ടായ്മയുടെ കോർഡിനേറ്ററായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഒത്തിരി യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രകളിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അന്നൊരു അനിയച്ചൻ പറഞ്ഞു, ഇതൊരു നിങ്ങളുടെ ഒരു തലമാണ്, ഇനിയൊരു തലം വരും, ആ സമയത്ത് ക്ലിറ്റ്സൺ ശുശ്രൂഷയ്ക്കും ദൈവവേലയ്ക്കായിട്ട് പൊക്കോളൂ എന്ന് സിജി മനസ്സ് തുറന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് വരുന്നത് വരെ ക്ലിറ്റ്സൺ സിജി പറയുന്നത് കേൾക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ശനിയാഴ്ച ദിവസം കുടുംബത്തിനുള്ളൊരു ദിവസമാക്കിയിട്ട് ഞാൻ ശനിയാഴ്ച ഓഫീസിൽ പോവാതെ എടുക്കാം. അങ്ങനെ ഒരു തുടങ്ങി. അത് നന്നായിട്ട് കുഴപ്പമില്ലാതെ പോയി. പിന്നീട് ഞാൻ ശനിയാഴ്ച മുടക്കമാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ ആത്മീയ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള കൗൺസിലിങ്ങും അതിനോടൊപ്പം സഭയുടെ ഒരു ബേസിക് ട്രെയിനിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബെയർഫുട്ട് കൗൺസിലേഴ്സിൻ്റെ ബോംബെ ആർച്ച് ഡയസിസിൻ്റെ ഒരു കോഴ്സ് ഒരു വർഷത്തെ അത് ചെയ്തപ്പോൾ പിന്നെ ഞാൻ കൗൺസിലിങ്ങിലും കൂടി ഒത്തിരി സമയം എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ ശനിയാഴ്ചകൾ കുറേയൊക്കെ കൗൺസിലിങ്ങിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലകളിലൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനൊക്കെ പലപ്പോഴും സിജിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലത് പലപ്പോഴും മാറിയേക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന ഇലക്ഷന് ശേഷം കാരിസ് എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ വിഷനായിട്ടുള്ള എല്ലാ നവീകരണ കൂട്ടായ്മകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ അതാത് തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാരിസ് ഇൻ്റർനാഷണൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ ഇൻ്റർനാഷണൽ സർവീസസ് എന്ന് പറയുന്ന കാരിസ് എന്ന ബോഡി UAയിലുണ്ട്. അതിൻ്റെ ആദ്യ ബോഡി എന്ന് പറയുന്നത് 2020 രൂപീകരിക്കപ്പെട്ടത് ബിഷപ്പ് പോളിൻഡർ ഒരു ടീമിനെ നിയോഗിച്ചിട്ട് ആ ടീമിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഡോക്ടർ ജോസഫ് ലൂക്കോസ് അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു. ഇപ്പോൾ നടന്ന ഇലക്ഷന് ശേഷം ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഈ സമയത്തും ഈ 2 കാലഘട്ടത്തിലും ഈ ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോൾ ഞാൻ സിജിയുമായിട്ട് സംസാരിക്കുകയും പൂർണ്ണ സമ്മതം അവരുടെ എനിക്ക് സന്തോഷത്തോടെ എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ പ്രത്യേകം പറയണം. കാരണം അതിനു മുമ്പ് അത്രയും ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ മാറി എനിക്ക് തോന്നുന്നു നമ്മൾ പറയില്ലേ ഒരു വിടുതൽ ആ കാര്യത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ അങ്ങനെ മുഴുവൻ സമയം അങ്ങോട്ട് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷയ്ക്കായിട്ട് പോകാനും വരാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം നമ്മൾ കുടുംബത്ത് ഒരു ഐക്യമില്ലാതെ നമ്മൾ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സിജിയുടെ ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും നമുക്കുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഞാൻ ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ മക്കളാണെങ്കിലും വൈഫാണെങ്കിലും ഞാനപ്പോൾ ചിലപ്പോൾ അവരെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകാറ്. ഇപ്പോൾ ഏതൊക്കെ ഭാഷകളിൽ സുവിശേഷം പ്രസംഗിക്കാറുണ്ട്? അയ്യോ, ഞാൻ 2 ഭാഷയാണ്, ഞാൻ ഇംഗ്ലീഷും മലയാളവും ആണ് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് അവിടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് കുറച്ച് ഹിന്ദിയിൽ അവിടെ ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ഇടയ്ക്ക് കുറച്ച് സഹായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹിന്ദി ബൈബിളൊക്കെ മേടിച്ചു. പിന്നെ ഇപ്പം ഈ ഒറീസയിലൊക്കെ നമ്മൾ പോകുമ്പോഴും നമുക്ക് ഹിന്ദിയിൽ നമുക്ക് പ്രസംഗിക്കാം. അവർക്ക് ഒറീസക്കാർക്ക് കുറേയൊക്കെ ഹിന്ദി മനസ്സിലാവും. പക്ഷേ ആന്ധ്രാപ്രദേശത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഹിന്ദിയാണ് ഇപ്പം അവിടെ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. ഈ ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടും ഭാഷയിൽ അങ്ങനത്തെ ആ ഒരു സ്ലാങ് ഒന്നും വന്ന് കാണുന്നില്ലല്ലോ. അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. സീറോ മലബാർ വിശ്വാസത്തിൽ വളർന്നതാണ്. എന്നാലും ദൈവം സഹായിച്ച് നമുക്കൊരു ആഗോള പരിവേഷം ദൈവം തന്നതെന്ന് പറയുകയാണെങ്കിൽ, കാരണം എല്ലാ രീതിയിലും അത് ഇതര മതസ്ഥരായിട്ടാണെങ്കിലും നമ്മുടെ റീത്തുകളായിട്ടാണെങ്കിലും എല്ലാം ദൈവം തന്നൊരു കൃപ. ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ആദ്യ കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഭിലായിൽ ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് അമ്മച്ചി അപ്പച്ചൻ ആ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് 1965 അതിനുശേഷം എന്നെ പ്രസവിക്കാൻ 2 ദിവസം മുമ്പാണ് അമ്മച്ചി യാത്ര ചെയ്ത് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ ജനിച്ചിട്ട് വീണ്ടും ഭിലായിലേക്ക് പോവുകയും അവിടെ ഉള്ള ഒരു എൻ്റെ വളർച്ചയായിരിക്കാം ഇതിന് ഒരു കാരണം. പിന്നെ വീണ്ടും എൻ്റെ പഠനം പൂർത്തിയാക്കുന്നത് ഞാൻ ഭിലായിലാണ്. പിന്നെ ജോലി ചെയ്തത് വടക്കേ ഇന്ത്യയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഭാഷ അങ്ങോട്ട് ശരിക്കും വശമാകാതിരുന്നത്. നമ്മുടെ ഇന്നസെൻ്റ് ഒക്കെ സംസാരിക്കുന്ന വളരെ പ്രശസ്തമായ ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ. അതെ, കാരണം പക്ഷേ എന്നെ
അറിയുന്ന അബുദാബിയിലും UAE ഉള്ളവരൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണെന്നാണ്. കാരണം അങ്ങനെയുള്ളവരോട് നമുക്ക് അങ്ങനെ സംസാരിക്കാം കുറച്ച്. ഈ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ഈ ലൈഫിൽ ശരിക്കും അങ്ങ് സംതൃപ്തനാണോ? നല്ല വീണ്ടും ഇത് നമ്മളൊരു യാത്രയാണല്ലോ. എനിക്ക് ഉള്ള ഒരു വേദന, അല്ലെങ്കിൽ ചെറിയൊരു വേദന എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ വളർത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ ഇനിയും പറ്റിയിട്ടില്ല. പക്ഷേ ഇനി തുടർന്ന് ഇനിയുള്ള കാലം, ഇനി വളരെ ശേഷിച്ച ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്കറിയാം, കാരണം ഞാൻ വളരെ ചെറുപ്പമാണ്, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അതിലോട്ട് ആ ഒരു തീക്ഷ്ണതയോടെ മുന്നേറണം. അത് യാത്രയാണ്. പക്ഷേ എങ്കിലും കർത്താവ് തരുന്ന തിരിച്ചറിവുണ്ടല്ലോ. കാരണം ഇതും ഒരു നന്മയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണല്ലോ, ഇനിയും നീ അടുക്കാനുണ്ട്, ഇനിയും നിനക്ക് സാധിക്കും. അപ്പം അതിനുള്ള ശക്തി അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം ശരിക്കും സഭയുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഭയിൽ അൽമായ പ്രേക്ഷിതത്വത്തിൻ്റെ പങ്കിനെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അങ്ങ് എന്താ പറയുന്നത്? അത് നമുക്ക് അങ്ങേക്ക് പറയാവുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം, അല്ലെങ്കിൽ ആ കൗൺസിൽ വളരെ ശക്തമായിട്ട് ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണല്ലോ അൽമായ പ്രേക്ഷിതത്വം. അപ്പോൾ നമുക്ക് ഒത്തിരിയേറെ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണിത്. ഒരുപക്ഷെ ഈ അൽമായ പ്രേക്ഷിതത്വം ഇനിയുള്ള കാലങ്ങളിൽ വളരെ തീക്ഷ്ണതയോടെ മുന്നേറുകയാണെങ്കിൽ നമുക്ക് സഭയിലേക്ക് സമർപ്പിതരെയും വൈദികരെയും ഒക്കെ കൂടുതലായിട്ട് ലഭിക്കാനുള്ള ഒരു വലിയൊരു ഉൾക്കാഴ്ച നമ്മൾ കാണണം. നമ്മൾ അൽമായ പ്രേക്ഷിതം എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ മാതൃകാപരമായ മാതാപിതാക്കൾ കൂടുതലായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സഭ വളരാൻ സാധ്യമാകും. കാരണം അൽമായ പ്രേക്ഷിതത്തിന് സാധ്യതകൾ ഒത്തിരിയാണ്. നമുക്ക് ഇന്ന് സഭയുടെ വളർച്ച, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വളർച്ച എന്നൊക്കെയാണല്ലോ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനവും മറ്റെല്ലാ ലേഖനങ്ങളിലും ഇതിനെ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരുക എന്ന് പറയുമ്പോൾ സഭയാണ് വളരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ശരീരത്തിന് പുറത്ത് പോയിട്ട് നമുക്ക് വളരാൻ പറ്റില്ല. ഈ ശരീരം വളർച്ച പ്രാപിക്കുന്നത് മുഴുവനും ശിരസിൽ നിന്നാണ്. അപ്പം ഈ ശിരസ്സുമായി ചേർന്ന് നിൽക്കുന്ന ശരീരം, അതാണ് പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ ആ ശരീരത്തിന് പൂർണ്ണത ലഭിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്കുള്ളപ്പോൾ നമുക്ക് അൽമായ പ്രേക്ഷിതത്വത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മൾ മുന്നോട്ട് ചെല്ലേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഇതാണ്, അൽമായ പ്രേക്ഷിതമായിട്ട് നമ്മൾ വളരെ തീക്ഷ്ണതയോടെ പോകുമ്പോൾ നമ്മൾ സഭയുമായി ചേർന്ന് നിൽക്കുന്നു, ഈ ശരീരം ശിരസിനോട് ചേർന്ന് നിൽക്കുന്നു. നമുക്കിപ്പോൾ പറ്റുന്ന ഒരു അപജയം എന്ന് പറയുന്നത് പലപ്പോഴും ശരീരമില്ലാതെ ശിരസിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ചിന്ത ചില കോണുകളിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ അത് പൈശാചികമായ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കി ഉൽപ്പത്തി മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ വീഴ്ചകൾ നമ്മൾ ഒഴിവാക്കുന്നതും, നമ്മളുടെ വൈദികരെ നമ്മൾ വളർത്തണം, അവരോട് നമ്മൾ ചേർന്ന് നിന്ന്, കുറവുകളുണ്ടല്ലോ, അതൊരു ഗാർഹിക സഭ ആണല്ലോ സഭ എന്ന് പറയുന്നത്. കുടുംബം സഭയ്ക്ക് തുല്യമാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയോ മാത്രം ജീവിക്കുന്നവരല്ല. പക്ഷേ നമ്മൾ അവരെ ഉൾക്കൊള്ളുന്നു, നമ്മുടെ മാതാപിതാക്കളെ ഉൾക്കൊള്ളുന്നു, മക്കളെ ഉൾക്കൊള്ളുന്നു, സഹോദരങ്ങൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ക്ഷമിച്ചും സ്നേഹിച്ചുമാണ് നമ്മൾ കുടുംബത്തിൻ്റെ ബന്ധം വളർത്തുന്നത്. അതുപോലെ സഭയിലും അൽമായര് വൈദികരുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കിനി കൂടുതൽ ആഴപ്പെടുത്തണം. ഇപ്പോഴും നല്ലതാണ് എങ്കിലും നമ്മൾ അവിടെയും ഇവിടെയും കാണുന്ന ചില കുറവുകളെ നമ്മൾ അതിനെ മാത്രം കാണാതെ ചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം അൽമായ പ്രേക്ഷിതത്തിൽ കൂടുതൽ അനുഗ്രഹപ്രദമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് ഇവിടം വരെ വന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗഭാഗിത്വം വഹിക്കുകയും നമ്മുടെ ശക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് അങ്ങയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. അങ്ങയുടെ ശുശ്രൂഷയിൽ കർത്താവ് ഇനിയും കൂടുതലായിട്ട്, പ്രത്യേകിച്ച് എനിക്കൊന്ന് ഈ വടക്കേന്ത്യൻ മേഖലകളിൽ സുവിശേഷം ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവിടെ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കൂടുതലായിട്ട് പ്രയോജനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം അങ്ങയുടെ കുടുംബജീവിതവും ബിസിനസ്സും എല്ലാം, ഒപ്പം ശുശ്രൂഷയും ഒക്കെ ഭംഗിയായിട്ട് കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തീപിടിച്ചവരിൽ അടുത്ത ആഴ്ച മറ്റൊരു
വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ പ്രാർത്ഥനയിൽ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.